പെൺകുട്ടിയാണ്, ഉറപ്പാണ്. പെൺകുട്ടി എന്റെ തലയിലൊക്കെ ഇട്ടിട്ടുണ്ടാവും, അത് പെൺകുട്ടിയാണെന്നൊരു മൈൻഡ് സെറ്റ് കെട്ടി തന്നിട്ടാ. ഞാനൊരു ഡ്രസ് ഇട്ട് അതേപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ മുടികളൊക്കെ ഹെയർ ഒക്കെ നല്ലതില്ല. പെട്ടെന്ന് എന്റെ മുഖമൊക്കെ ഭയങ്കര ഏജ് ഓവർ തോന്നി തുടങ്ങി. പിന്നെ കഴുത്തിന്റെ ഇവിടെ കത്തിട്ടില്ല, അങ്ങനെ വന്നു തുടങ്ങി. നമ്മൾ പക്കെടുത്തിട്ട് വീണ്ടും പോയി ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്നപ്പോൾ അവർ എന്തോ ഗ്യാസിന്റെ എന്തോ ഒരു ഗുളിക തന്നു. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും പറഞ്ഞയച്ചു. അങ്ങനെ 2 വട്ടം ഞങ്ങൾ ചമ്മി പോകുന്നുണ്ട്. ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും കമന്റിൽ വരുന്ന കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലവ് സ്റ്റോറി പറയാൻ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റോറി പറയാൻ, പിന്നെയാണ് നമ്മുടെ ഒന്ന് ഡെലിവറി സ്റ്റോറി പറയാൻ. അങ്ങനെ കുറേ സ്റ്റോറികൾ പറയുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ നമ്മുടെ ഈ ഒരു ജേർണിയെല്ലാം നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പൊ ഇതിന് മുന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, ലൈഫ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തോന്നുന്നു അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ പതുക്കെ ഇപ്പൊ ലവ് സ്റ്റോറി ആയാലും ലൈഫ് സ്റ്റോറി ആയാലും പറയണമെങ്കിൽ വിൻഷാട്ടം വേണം. എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, കാരണം കുറെ കാര്യങ്ങൾ പറയണ്ടാവുമല്ലോ. അപ്പോൾ ഡെലിവറി സ്റ്റോറി ആകുമ്പോൾ എനിക്ക് തനിച്ചായാലും ഇരുന്ന് പറയാം. അതാണ് ഞാൻ ഇന്നത് എടുക്കാന്ന് പ്ലാൻ ചെയ്തത്. അപ്പൊ പിന്നെ ഞാനത് ഒറ്റയ്ക്കായാലും പറയാമെന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പൊ ഇനി എവിടുന്ന് തുടങ്ങണം, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്കൊരു പിടുത്തില്ല കേട്ടോ. അതായത് ഞാൻ ഫസ്റ്റ് നമ്മുടെ പ്രഗ്നൻസി സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആവണത് എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ്. 20 വയസ്സ് വരുമ്പോൾ 2020 ആ ഒരു കണക്ക് എനിക്ക് കറക്റ്റ് കിട്ടണില്ല. എനിക്ക് തോന്നുന്നു 2020 2020 ഞാൻ പ്രഗ്നന്റ് ആവണത്. അതായത് ജൂലൈ ലാസ്റ്റ് ഒരു 24-25 ആ ഒരു റേഞ്ചിലാണ് ഇങ്ങനെ പ്രഗ്നൻസി ഉണ്ടെന്ന് നമ്മൾ അറിയണത് കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞിട്ട് 3.5 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ജൂലൈ 24 അറിഞ്ഞു. അതിന് മുന്നേ നമ്മുടെ വീട്ടിലൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിശേഷമാണെന്ന് അറിഞ്ഞു. പിന്നെ എനിക്ക് അതിലൊരു പറയാനുള്ള കാര്യം, ഇത് അറിഞ്ഞതിന് ശേഷം എനിക്കൊരു പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു ഫീലേ ഞാൻ അറിഞ്ഞിട്ടില്ല സത്യം പറയാം. കാരണം എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഛർദിയുടെ പ്രശ്നം, അതുപോലെ തലചുറ്റ, അങ്ങനത്തെ ഓരോരോ സിംറ്റംസ് ഉണ്ടാവില്ല ഒരു പ്രഗ്നൻസി ഫീൽഡിൽ. എനിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഞാൻ എങ്ങനെയാണോ നോർമലി അതേപോലെയായിരുന്നു. എനിക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രഗ്നൻസിയുടെ ടൈമിൽ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അറിഞ്ഞിട്ട് വന്നിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് വിൻഷാട്ടിൻ്റെ ചേട്ടൻ്റെ വൈഫുണ്ട്, ചേച്ചി ഞാനൊക്കെ 3 മാസത്തിന് വ്യത്യാസമായിരുന്നു പ്രഗ്നൻസി പീരീഡ് കേട്ടോ. ചേച്ചി ഏപ്രിലിൽ മാരേജ് കഴിഞ്ഞു, മെയ്യിൽ അങ്ങാണ്ടോ പ്രഗ്നൻ്റ് ആയി. ഞാൻ ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റോട് വിട്ട് ഞാനും ആയല്ലോ. അപ്പം ഞങ്ങൾ തമ്മിൽ 3 മാസത്തെ ഗ്യാപ്പുള്ളൂ. ഇപ്പോൾ തേജു ആയാലും ധ്യാനത്തിനായാലും 3 മാസത്തെ ഗ്യാപ്പുള്ളൂ. അപ്പം ഞാനിവിടെ എനിക്ക് എന്ത് ഫുഡും കഴിക്കാം, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. എന്ത് വേണമെങ്കിലും കഴിക്കാം, എവിടെ വേണമെങ്കിലും. ഞങ്ങൾ എപ്പോഴത്തേക്ക് വേണമെങ്കിലും പോകാറുണ്ട്. അല്ല അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതാട്ടോ. എപ്പോഴും അമ്പലത്തിൽ പോയിക്കോട്ടെ, ഇങ്ങനെ കറങ്ങാൻ പോക്ക്, ബീച്ച് അങ്ങനത്തെ ഒക്കെ കറങ്ങാൻ പോക്കൊന്നുമില്ല. പോകുന്നത് ഈ അമ്പലത്തിലേക്ക്, പിന്നെ നമ്മുടെ വീട്ടിലേക്ക്, അങ്ങനെയുള്ള പുറത്തേക്കുള്ള പോക്കാട്ടോ. ഇപ്പോഴത്തെ പോലത്തെ തൊട്ടടുത്തേക്ക് പിടിച്ചോടത്തേക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകുക അങ്ങനത്തെ ശീലമൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. ഈ അമ്പലത്തിൽ പോക്കായിരുന്നു നമുക്ക് ആ ഒരു സമയത്ത്. അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അന്നത്തെ പുറത്തേക്ക് പോക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ വന്നാൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചേച്ചിക്ക് ഞാനിവിടെ കൂടായിട്ട് നടക്കുമ്പോൾ ചേച്ചി അവിടെ എങ്ങനെയായിരുന്നു വെച്ചാൽ എന്തെങ്കിലും കഴിച്ചാൽ അപ്പോൾ വൊമിറ്റ് ചെയ്യും. പച്ചവെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു വിൻഷാട്ടിൻ്റെ ചേട്ടൻ്റെ വൈഫിനായിട്ട്. പ്രിയാന്റെ പേര് പ്രിയേച്ചിക്ക്. അപ്പം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എവിടെയും പോയി വന്ന ചേച്ചിക്ക് പറ്റില്ല. അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ വേദനയും അങ്ങനെ ഒരുപാട് ആൾക്കാർ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ. നല്ല വൊമിറ്റിങ് തന്നെ മെയിൻ ആയിരുന്നു ആൾക്ക്. അപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്കൊരു 7 മാസം എന്നൊക്കെ പറയില്ല, 7 മാസം ആകുമ്പോൾ, അതായത് 5-ാം മാസം, എനിക്ക് 5 മാസമായപ്പോൾ വിൻഷേട്ടൻ പോയി. എൻ്റെ കൂടെ നടന്നില്ലേ വിൻഷേട്ടൻ. കർണാടകയിൽ എന്താ പറയുക, ഒരു ഹോട്ടലിലെങ്ങാണ്ടോ ഒരു മാനേജർ പോസ്റ്റ് കിട്ടിയപ്പോൾ ആ ടൈമിൽ വിൻഷാട്ടിന് ജോബൊക്കെ സെറ്റ് ആവാണ്ട് നടക്കാട്ടെ. നമ്മുടെ മാരേജ് കഴിഞ്ഞ സമയമല്ല, ആ സമയത്ത് വിൻഷാട്ടിന് ജോബൊന്നും അങ്ങനെ പറയത്തക്ക മാത്രം ജോബോ കാര്യങ്ങളൊന്നുമില്ല. ജോബിന് വേണ്ടി നടക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ വിൻഷാട്ടിന് അങ്ങനെ കിട്ടിയതായിരുന്നു ഇങ്ങനെ കർണാടക. അപ്പോൾ ആ ഒരു ടൈമിൽ വിൻഷാട്ടൻ എനിക്ക് 5 മാസം ഉള്ളപ്പോട്ടാ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് 5 മാസത്തിലൊക്കെ പോയി. ആ സമയത്ത് നമുക്ക് വയറൊക്കെ ഇങ്ങനെ വരുന്ന സമയമായിരുന്നു കേട്ടോ. വയറ് വരിക, അങ്ങനെ നമുക്ക് ഓരോ മാറ്റങ്ങളുണ്ട്. അപ്പം എനിക്ക് എന്താ മാറ്റം, എനിക്കിപ്പോൾ ചിലവർ പറയില്ല നല്ല തടി വെച്ചു, കറുത്തു, ഭംഗി പോയി, പ്രഗ്നൻ്റ് ആയപ്പോൾ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം എനിക്ക് വന്ന മാറ്റങ്ങൾ നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ ആ ടൈമിൽ
ഇല്ല നമ്മളിപ്പോൾ ഉള്ള കളറിനേക്കാൾ ഓവർ വൈറ്റനിങ് വന്നു, നല്ല കളറൊക്കെ വെച്ചു, ഒന്നും കൂടി നമ്മൾ കളർ വെച്ചു. പിന്നെ തടിയൊക്കെ വെച്ചുകൊണ്ട്, തടി മീൻസ് ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഒട്ടും മണ്ണില്ല, 50 കിലോ 52 കിലോ കണ്ടുള്ളൂട്ട്, ഒട്ടും മണ്ണില്ല. ഇങ്ങനെ നല്ല കോല് പോലെ ഹൈറ്റുള്ള ഒരു പെൺകുട്ടിയെ പോലെ ഉണ്ടായിരുന്നു, തീരെ വണ്ണമൊന്നും ഇല്ലാണ്ട് ഭയങ്കര സ്ലിം ആയിട്ട് ഭയങ്കര കോല് പോലത്തെ ഒരു പെൺകുട്ടി. അങ്ങനെ കോല് പോലെയെന്ന് ഞാൻ മാക്സ് ഒക്കെ ഇട്ടാ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ വണ്ണം ഇല്ലാത്ത ആള് വണ്ണം വെക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ല കാണാൻ. അപ്പം അങ്ങനെയായിരുന്നു. ഞാൻ കളർ വെച്ചു, വണ്ണം വെച്ചു, മുടിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കാണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു എൻ്റെ മുടി കൊഴിച്ചിൽ. പക്ഷേ എനിക്ക് മുടി കൊഴിച്ചിൽ മാറി, മുടിയൊക്കെ നല്ല. ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം പ്രഗ്നൻ്റ് ആവണേൻ്റെ പിറ്റത്തെ മാസം പോയിട്ട് ഞാൻ ഇതുവരെ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അന്ന് കഴിയുന്ന ടൈമിലേക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ഞാൻ ഇത്രയ്ക്ക് വെച്ചിട്ട് കട്ട് ചെയ്തു, എന്തോ ലെയർ കട്ടോ എന്തോ സ്റ്റെപ്പ് കട്ടോ എന്തോ അടിച്ചു ആ സ്റ്റെപ്പ്. അപ്പോൾ എനിക്ക് ഒട്ടുമില്ല, കഴുത്തിനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, പ്രഗ്നൻ്റ് ആയി, മുടി ഒക്കെ അങ്ങനെ. പിന്നെ വണ്ണം കുറച്ച് ദിവസം വെച്ചതല്ല, അപ്പോൾ എനിക്ക് മുടിയില്ലല്ലോ, അങ്ങനത്തെ ഒരു ഇത് വന്നു കേട്ടോ. പക്ഷെ എനിക്ക് മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വന്നു. ഞാൻ നോക്കിയിരുന്നു, ഞാനിതുപോലെ ഡെയിലി നല്ല അമ്മ കാച്ചി എണ്ണയൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് കൊടുത്തിട്ട് ഇൻഷാറ്റിനോട് ആക്കി തരും കേട്ടോ, എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കാച്ചി എണ്ണ തേക്കും, 2 ദിവസം കൂടുമ്പോൾ ഞാൻ താളിയിട്ടിട്ടാണ് തല കുളിച്ചിടുന്നത്. ഡെയിലി തല കുളിക്കും, പക്ഷേ ഈ 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ താളിയിടും. എക്സ്ട്രാ ഷാമ്പൂ എന്ന് പറഞ്ഞ സാധനമൊന്നും ഞാൻ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കെമിക്കലും ഞാൻ യൂസ് ചെയ്തിരുന്നില്ല. കാരണം ഇൻഷാറ്റിനോട് നിൽക്കുമ്പോൾ നെയിൽ പോളിഷ് ഒന്നും ഇടണ്ട, അങ്ങനെ ഒരു ഇത് പറയില്ല, ഉണ്ണിയുടെ മേത്തോടെ കളർ ഉണ്ടാവും, പണ്ടത്തെ രീതിയിൽ പറയില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നഖം വെട്ടാൻ പാടില്ല, ബ്ലേഡ് കൊള്ളാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പം അതൊക്കെ ഞാൻ നല്ല ശ്രദ്ധിച്ച് ചെയ്തിരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ ഇപ്പം എന്താ ഞാൻ പറഞ്ഞേ, ഹെയർ ഗ്രോത്ത് വന്നോട്ടെ. എനിക്ക് മുടി കൊഴിച്ചിലൊന്നും ഒട്ടും ഒരു മുടി പോലെ എൻ്റെ കയ്യിൽ വന്നിടുന്നില്ല. മറ്റേ അതിങ്ങനെ ഇട്ടിങ്ങനെ ആർക്കുമ്പോഴേക്കും മുടിയുടെ കളിയാവും നിലത്തും കയ്യിലൊക്കെ. പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് മുടി കൊഴിച്ചില്ല, പെട്ടെന്ന് തന്നെ എനിക്ക് മുടി ഇങ്ങനെ അടിക്ക് ഇറങ്ങി വന്നു. അങ്ങനത്തെ ഒരു ലെവലാണെന്ന് വെച്ചാൽ ഞാൻ നന്നാവുകയായിരുന്നു, നല്ല ഭംഗി വെച്ച് നല്ല ഒരു ഇതാവുകയായിരുന്നു. അങ്ങനെ 5ാം മാസത്തിൽ വിൻഷാട്ടൻ പോയി, 7ാം മാസത്തിലാകുമ്പോൾ വിൻഷാട്ടൻ വരുമ്പോഴേക്കും ഞാൻ തടിയൊക്കെ വെച്ചല്ലോ. വിൻഷാട്ടൻ പോകുമ്പോൾ കാണുന്ന ആളല്ല ഞാൻ വരുമ്പോൾ. അപ്പോൾ പിന്നെ വയറൊക്കെ വന്നു, കാരണം പോകുമ്പോൾ ഒരു 4-5 മാസം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞി വയറാ വരുള്ളൂ. പിന്നെ നമ്മുടെ തടിക്കൊന്നും വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, വയറെന്നുള്ളൊരു ഇതാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹെയർ കുറവായിരുന്നു. പക്ഷേ 2 മാസം കൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ചേഞ്ച് വന്നുട്ടാ. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസം വിൻഷാട്ടൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോകാച്ച പിറ്റത്തെ ആഴ്ചയായിരുന്നു വിൻഷാട്ടൻ വന്നത്. അപ്പോൾ വിൻഷാട്ടൻ വന്നിട്ട് പിന്നെ പോയില്ല. പിന്നെ വിൻഷാട്ടൻ അവരുടെ എൻ്റെ ഷോപ്പ് കുന്നംകുളത്ത് വേറെ എന്തോ ഒരു ഇതിൽ കയറാട്ടാ ചെയ്തത്. അതോടുകൂടി വിൻഷാട്ടിന് ആ 2 മാസത്തെ പോക്കോടുകൂടി വിൻഷാട്ടിന് മതിയായിട്ടാ. പിന്നെ അതിനുശേഷം വിൻഷാട്ട് നമ്മളെ വിട്ടിട്ട് വേറെ ഗൾഫിലേക്കായിട്ട് ഒന്നിലേക്കും ചിന്തിക്കും, നോക്കിയാലോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല. ഒരു വട്ടം 2 മാസം മാറുന്നതിൻ്റെ ഒരു ഇതിൽ പിന്നെ തേജും കൂടി വന്നപ്പോൾ തീരെ പറ്റാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെ വിൻഷാട്ടിനൊക്കെ 7ാം മാസത്തിൽ വന്നപ്പോൾ വിൻഷാട്ടിനെ കഴിച്ച് വിൻഷാട്ട് നീ എന്ത് താട്ടിയാ വെച്ച് എന്താ അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിട്ട്. അപ്പം എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു, തടി വെച്ചോ അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷെ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ എല്ലാവരും കേട്ടോ അതിൻ്റെ രൂപം കണ്ടിട്ട് നല്ല കളറൊക്കെ വെച്ച് നല്ല വണ്ണൊക്കെ വെച്ച് സുന്ദരിയായി. പെൺകുട്ടിയാണ്, ഉറപ്പാണ് പെൺകുട്ടി. അതിൻ്റെ തലയിലൊക്കെ ഇട്ട് ഉണ്ടാകാൻ പോകുന്നത് പെൺകുട്ടിയാന്നുള്ളൊരു മൈൻഡ് സെറ്റ് കയറ്റി തന്നു കേട്ടോ. അതാണ് ഏറ്റവും വിറ്റ്. എല്ലാവരും കാണുന്നവരെല്ലാവരും ഇത് ഉറപ്പാ പെൺകുട്ടിയാണ്, വയറ് കണ്ടറിയാം, ആള് മാറി, അങ്ങനെ ഒരു നമ്മുടെ സിംറ്റംസ് ഒക്കെ മാറില്ല. അപ്പോൾ എല്ലാവരും പെൺകുട്ടി എന്നുള്ളൊരു എന്താ പറയുക കിരീടൻ്റെ തലയിൽ വെച്ചെന്നു. അപ്പം എൻ്റെ മനസ്സിൽ അതെല്ലാവരും പറയില്ല അമ്മ, കാരണം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ആൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എൻ്റെ വീട്ടിൽ പെൺകുട്ടികളാലോ, ഞാനും ആരും പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ആൺകുട്ടി വേണമെന്ന് മാത്രമേ ഒരു മൈൻഡ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം അത് ഊഹിക്കാലോ എന്തുകൊണ്ടായിരിക്കും അവർ ആൺകുട്ടി എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ആൺകുട്ടികളെന്ന് വെച്ചാൽ ജീവനാണ്. ചെറിയ കുട്ടികളല്ല, വലിയ ചെക്കന്മാരൊക്കെ ഉണ്ടാവില്ല, അവരതിനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ആർക്കും പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് രണ്ടാൾക്കും ആൺകുട്ടി മതി. അമ്മ അപ്പോഴേക്കും എന്താ പറയുക വഴിപാടിടില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് തന്നെ വീട്ടിലൊക്കെ കയറ്റി പിറ്റത്തെ മാസം തന്നെ നമ്മുടെ വീട്ടിലൊക്കെ കയറ്റി സെറ്റാക്കിയപ്പോൾ തന്നെ അമ്മ വഴിപാട് ഇടൽ കഴിഞ്ഞു. മുത്തപ്പനെ ഇട്ടാ എന്നിട്ട് അവർക്ക് ആൺകുട്ടി ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴിപാടിടില്ലേ, അങ്ങനെയൊക്കെ ഇടൽ കഴിഞ്ഞു കേട്ടോ. അപ്പം അമ്മ എൻ്റെ അടുത്തതും പറയണവരൊക്കെ പറഞ്ഞോട്ടെ, ഇപ്പം ഇത് ആൺകുട്ടിയെ ഞാൻ മുത്തപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ എനിക്ക് പെൺകുട്ടി എന്നുള്ളൊരു മൈൻഡ് എൻ്റെ ഉള്ളിലും കയറി, എല്ലാവരും പറയും. അപ്പം ഞാൻ പിന്നെ എപ്പോഴും അതെ ഉറക്കുമ്പോഴും ഊണിലും ഉറക്കത്തിലൊക്കെ ഞാൻ എന്താണെന്നറിയാം ചിന്തിച്ചിരുന്നു,
മണിക്ക് സെറ്റ് മുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അതേപോലെ സെറ്റ് പട്ടുപാടി പാവാടി കുട്ടീനെ ഇടിക്കണം, വിൻഷാട്ടിന് മാച്ചിങ് ഷർട്ടിക്ക് ആ ഒരു ചിന്ത മാത്രം, അങ്ങനത്തെ ചിന്തകൾ മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഇതിലൊക്കെ ഓരോന്നിലൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം, മോഡൽസൊക്കെ നോക്കി വയ്ക്കൂട്ടാ. കാരണം എനിക്കൊരു മാതിരി ഭ്രാന്ത് പോലെയായിരുന്നു. ഒന്നാമതേ എനിക്ക് മേക്കപ്പ്, ഡ്രസ്സ്, ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ക്രൈസ് ആയിരുന്നോടാ, ഞാൻ അതിലേക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മൈൻഡിൽ അതായിരുന്നു, നല്ല ഭംഗിയിൽ ഒരുക്കി നടത്തണം, എൻ്റെ പോലെ നടത്തണം. ഇപ്പം ഞാനൊരു ഡ്രസ്സ് ഇട്ടാൽ അതേപോലെ ഇട്ട് കൊടുക്കണം, പിന്നെ മുടികളൊക്കെ ഹെയറൊക്കെ നല്ല ഭംഗി, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു കൂട്ടിട്ടാ. പക്ഷെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭ്രാന്തായിരുന്നു. ആരെങ്കിലും വന്നിട്ട് ഇത് പെൺകുട്ടിയാ പറഞ്ഞ അമ്മ പോയി കഴിഞ്ഞാൽ ഇവർക്കെന്താ പെൺകുട്ടിയാ വന്നിട്ട് ഇത് ആൺകുട്ടിയാ, അമ്മ എൻ്റെ അടുത്ത് നേരെ ചാടി തുടങ്ങും. പറയണവര് പറഞ്ഞോട്ടെ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ വിൻഷാട്ടിന്റെ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് പെൺകുട്ടി വേണമെന്നായിരുന്നു. അത് എൻ്റെ വീട്ടിൽ ആൺകുട്ടി വേണമെന്നും അവർക്ക് പെൺകുട്ടി വേണമെന്നും. കാരണം വിൻഷാട്ടിനോടെന്ന് പറയുമ്പോൾ 2 ചെക്കന്മാരല്ലേ, പിന്നെ അനിയത്തി ഉള്ളത്, പിന്നെ അനിയത്തിക്ക് ഉണ്ടായതും ആൺകുട്ടിയായിരുന്നു. അപ്പോൾ പേരക്കുട്ടി ഒരു പെൺകുട്ടിയാണെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വിൻഷാട്ടിന്റെ അമ്മ എന്ന് പറയുമ്പോൾ കുട്ടികളോടൊരു ക്രൈസ് ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആര്യ വിൻഷാട്ടിന്റെ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളോട് ഭയങ്കര ഒരു എന്താ പറയാ, കുട്ടികളോട് ചിലർക്ക് ഉണ്ടാവില്ല, കുട്ടികൾ എന്ന് വെച്ചൊരു പ്രത്യേകത, ഒരു ഇഷ്ടം, അവരെ ഇങ്ങനെ കൊഞ്ചിച്ച് കളിപ്പിച്ച് നടക്കുന്ന ഒരു കഴിവുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ വിൻഷാട്ടിന്റെ അമ്മയ്ക്ക്, പിന്നെ വിൻഷാട്ടിന്റെ അമ്മയ്ക്ക് അറിയാം ഞാൻ ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും അമ്മയ്ക്കറിയാം. അപ്പൊ അമ്മയ്ക്ക് അങ്ങനത്തെ ഒക്കെ കാണാനും നല്ല ഇഷ്ടം. പെൺകുട്ടികളെ ഇങ്ങനെ ഒരുക്കി കെട്ടിയൊക്കെ നടത്തുന്നുണ്ട്. അമ്മ അങ്ങനെ കാണിച്ചു തരുമ്പോൾ നോക്കാം, കുട്ടീനെ നോക്കി ഇതൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരും. അപ്പൊ ആൾക്കും അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അവിടെ ആർക്കായാലും എല്ലാവർക്കും എല്ലാവരും പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ആയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ വിൻഷാട്ടിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു ഇത് പെൺകുട്ടിയല്ല, ഇത് ആൺകുട്ടിയാ. ആളും പറഞ്ഞിരുന്ന ആൺകുട്ടിയാന്ന് കേട്ടോ. അച്ഛൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു, എല്ലാവർക്കും ആദ്യത്തെ ട്രിപ്പില് പെൺകുട്ടി അല്ല ആൺകുട്ടി ആയിക്കോട്ടെ, പിന്നെ മതി പെൺകുട്ടിയൊക്കെ, അങ്ങനെയായിരുന്നു വിൻഷാട്ടിന്റെ അച്ഛൻ പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഇതായി ആകെ ഇപ്പോൾ പറഞ്ഞിരുന്നത് ഇത്രേ ഉള്ളൂ. വിൻഷാട്ടിന്റെ അച്ഛൻ ആൺകുട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇവര് 3 ആളുമാണ് ഇത് ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞിരുന്ന ഉള്ളൂ. ബാക്കി സകല ആൾക്കാരും കാണുന്നവരായാലും എല്ലാവരും അതെ പെൺകുട്ടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് വിൻഷാട്ടൻ കൂട്ടിക്കൊണ്ടുവരാൻ വന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറെ വയ്യായികകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുഡിനോടൊക്കെ എന്ത് ഫുഡ് കിട്ടിയാലും ഞാൻ കഴിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇന്ന ഫുഡിനോട് ഇഷ്ടം അതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ബീഫ് എനിക്ക് എപ്പോഴും ഉള്ള പോലെ ഞാൻ പ്രത്യേകിച്ച് ഇത് കിട്ടിയാൽ എപ്പോഴും ഇത് വേണം ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സാധനം ഉണ്ടായിരുന്നു, അവിടെ ഉപ്പിലിട്ട മുളകില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും ഇഷ്ടമാണ്, എപ്പോഴും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ആ സാധനം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് അമ്മയ്ക്ക് ഓരോ ബോട്ടിലാക്കിയിട്ട് ഇപ്പോഴും ഇവിടെയും കൊടുന്നേരുണ്ട്, അവിടെ നമ്മളും കൊടുന്നതായിരുന്നു. ഞാൻ പെട്ടെന്ന് തീർക്കുന്നിട്ട് പറയും കുട്ടിയുടെ കണ്ണ് പഴുക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ നടക്കുകയും ചെയ്തു കേട്ടാ. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല എരിവും കാര്യം ചൂട് അങ്ങനെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ വയറ് ചൊറിയാന്നൊക്കെ പറഞ്ഞു, അതൊക്കെ എനിക്കുണ്ടായിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് എന്നിട്ട് 8ാം മാസം കഴിഞ്ഞ് 9ാം മാസം ആയിട്ടോ. 9ാം മാസം ആയപ്പോഴേക്കും എൻ്റെ ശരീരത്ത് സിംറ്റംസ് മാറി തുടങ്ങി. ഈ ഭംഗി വെച്ച് തടി നല്ലൊരു ലെവലിൽ പോയിരുന്ന ഞാൻ കറക്റ്റ് 9ാം മാസം സ്റ്റാർട്ടായപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മുഖമൊക്കെ ഭയങ്കര ഏജ് ഓവർ തോന്നി തുടങ്ങി. പിന്നെ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കറുത്തിട്ടില്ല, അങ്ങനെ വന്നു തുടങ്ങി. ഫേസിലും അതേ കരിവാളിപ്പ് നമ്മുടെ ഇങ്ങനെ ഉദിച്ചു നിന്നാൽ ഞാൻ പെട്ടെന്ന് അസ്തമിച്ച പോലെ മൊത്തത്തില് വണ്ണൊക്കെ നല്ല വെച്ചു. പിന്നെ ഡബിൾ ചിഹ്നം അങ്ങനെ എല്ലാതും നീരൊക്കെ വന്ന് ഭയങ്കര ബോറായിട്ട് തന്നെ കാണാൻ. പിന്നെ എനിക്ക് ടെൻഷനായിട്ട് ഞാനിങ്ങനെ, കാരണം അതുവരെ ഞാൻ നല്ല എപ്പോഴും കണ്ണാടി നോക്കിയിട്ട് അങ്ങനെ നടന്നിരുന്നത് ഞാനായിരുന്നു. പിന്നെ എനിക്ക് കണ്ണാടി നോക്കാൻ പറ്റില്ല, എനിക്ക് ആകെ ടെൻഷൻ. എന്തോ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ രൂപ എന്നിട്ട് വിൻഷാട്ടിനെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുപ്പിക്കൂട്ടാ. വിൻഷാട്ടൻ വന്നൂല 7ാം മാസത്തില്. അപ്പോൾ വിൻഷാട്ടിനെ കൊണ്ട് ഫോട്ടോസ് എടുപ്പിക്കും. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമം, ഇതെന്താ എന്നിട്ട് വിൻഷാട്ടിൻ്റെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്താൽ എനിക്ക് ഇതെന്തൊരു തള്ള ലുക്ക്, എന്താ എനിക്ക് അറിയില്ല, എന്തൊക്കെ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ടൈമിൽ നമ്മുടെ കൊറോണ വന്നത്. കൊറോണ എനിക്ക് 8 മാസം അപ്പോൾ 9 മാസം ഏകദേശം ആ ഒരു റേഞ്ചിലാണ് കൊറോണ വന്നത്. കൊറോണ ബേബി ഏട്ടാ തേച്ചു. എന്നിട്ട് നമ്മുടെ പേര് നോക്കണ ടൈമാട്ടാ. അപ്പൊ കുറെ പേര് അമ്മ എന്നിട്ട് പറഞ്ഞു കണ്ടത് ആൺകുട്ടിയാണ്, മാറ്റങ്ങൾ തുടങ്ങി. പിന്നെ എല്ലാവരും കുറച്ച് ദിവസം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഇത് ആൺകുട്ടിയാണോ, സ്ട്രക്ചർ ഒന്നും മാറിപ്പോട്ടാ, എന്നാലും പെൺകുട്ടി തന്നെയാണ് എല്ലാവരുടെ മൈൻഡിലും. അങ്ങനെ എന്നിട്ട് കൊറോണ വന്നു, നമുക്ക് ലോക്ക്ഡൗൺ കിട്ടിയപ്പോൾ വിൻഷാട്ട് എൻ്റെ വീട്ടിൽ ലോക്കായി. കാരണം എന്തോ ഒരു ടൈമിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ വന്നിട്ട് പിന്നെ എനിക്ക് ഡെലിവറി അടുത്ത സമയമല്ലേ, അപ്പം നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ വരും. കാരണം വീട്ടിൽ വേറെ ആണുങ്ങളൊന്നും ഇല്ലല്ലോ, അച്ഛൻ മാത്രമല്ല. അപ്പം അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ വീട്ടിൽ അച്ഛൻ നമ്മളെക്കാൾ ഭയങ്കര ഡൗണാണ്. കാരണം
എന്തെങ്കിലും വന്ന അച്ഛൻ ആദ്യം ടെൻഷൻ, അച്ഛൻ പെട്ടെന്ന് ആകെ ടെൻഷൻ അടിച്ചിരിക്കും. എന്നൊക്കെ ടെൻഷൻ ആവും ചിലപ്പോൾ അച്ഛന് വരിക. അപ്പൊ അതൊക്കെ വിൻഷേട്ടനെ അറിയാം. അപ്പൊ വിൻഷേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയിട്ടൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു. പിന്നെ ലോക്ക്ഡൌണിലൊന്നും നമ്മുടെ വീട്ടിൽ ലോക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഷേട്ടൻ ജോബിന് പോയിട്ട് അങ്ങനെ വീക്കിലി വരി അങ്ങനെയൊക്കെ നടന്നുട്ടാ. അതൊക്കെ പോട്ടെ. എന്നിട്ട് നമ്മൾ അഡ്മിറ്റ് 9ാം മാസത്തില് ഇതുപോലെ ടെസ്റ്റിന് ചെന്നു. ഞാനിവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ അവിടെയായിട്ട് ഡെലിവറി ഉണ്ടായിരുന്നത്. അതുവരെ ഞാൻ നമ്മുടെ കൂറ്റനാട് മോഡേൺ ഹോസ്പിറ്റലിലാണ് 7ാം മാസം വരെ കാട്ടിയത്. പിന്നെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് അവിടെ ജില്ലയിലിരിക്കുന്ന ഡോക്ടറിനെ വീട്ടിൽ പോയിട്ട് കാണുക ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ പോയി കണ്ടു, കാട്ടിയിട്ട് ഡെലിവറിയുടെ അന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അതുവരെ ഞാൻ വീട്ടിലേക്കാണ് പോയിരുന്നത് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, കാരണം എനിക്ക് വയറൊക്കെ വന്നിട്ട് ഇങ്ങനെ തൂങ്ങി വന്നു എൻ്റെ വയറൊക്കെ കേട്ടോ. അങ്ങനെ എന്നിട്ട് സ്കാനിങ് ചെയ്തപ്പോൾ ഓവർ വെയിറ്റ് ആയി. ഞാൻ 93 കിലോ വരെ ഞാൻ വന്നു കേട്ടോ എൻ്റെ വെയിറ്റ്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഫുഡ് കുറയ്ക്കുക, വെയിറ്റ് ഓവർ ആവുന്നുണ്ട്, കിതപ്പ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ ഭയങ്കരമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. പിന്നെ എനിക്ക് കറക്റ്റ് ആ മാസത്തിൽ തന്നെ ഷുഗർ പ്രോബ്ലം വന്നു. അതുവരെ ഒരു കുഴപ്പമില്ലാത്ത എനിക്ക് ഷുഗർ കാര്യങ്ങളൊക്കെ വന്നിട്ടാ. അപ്പോൾ പിന്നെ ഡയറ്റിങ് തുടങ്ങി, ഞാൻ ചപ്പാത്തി കഴിക്കലായി. അങ്ങനെ ഒറ്റയടിക്ക് ഞാൻ വേറെ ഷുഗർ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് കുറച്ചിട്ടില്ല, ഷുഗർ കുറച്ചു ഞങ്ങൾ പെട്ടെന്ന്. അമ്മ അത്രക്കിട്ട് തന്നെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഓരോ സമയത്ത് ഇത് കഴിക്കരുത് അത് കഴിക്കരുത് ഇങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് തന്നെ അങ്ങനെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഒടുക്കത്തെ വിശപ്പാ. ഞാൻ രാത്രിയൊക്കെ കിടന്നുറങ്ങിയ ആ സ്വഭാവം കറക്റ്റ് തേജുണ്ട് കേട്ടാ. കാരണം ഒന്നുറങ്ങിയാൽ ഞാൻ എണീറ്റിട്ട് കിച്ചണിൽ കയറിയിട്ട് എന്താ പറയുക ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് എന്താണോ കിട്ടിയത് എടുത്ത് കഴിക്കും. ഞാൻ അമ്മ വന്നിങ്ങനെ നോക്കുമ്പോഴാവും ഞാൻ ചിലപ്പോൾ തണ്ണിമത്തനോ അച്ഛൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് കഴിക്കും. പിന്നെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് വീണ്ടും വീട്ടിലേട്ടൻ വീട്ടിലുണ്ടാവില്ലല്ലോ, ഞാൻ അവിടെയായിരുന്നു. അപ്പോൾ അമ്മ എന്നിട്ട് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് വെക്കും ഫ്രിഡ്ജിൽ. ഇനി വെച്ചിട്ട് അടുത്ത് കുടിച്ചോട്ടെ വെച്ചിട്ട് നേന്ത്രപ്പഴം അങ്ങനെ നല്ല ഫുഡ് അടിച്ച സമയമായിരുന്നു. അതാണ് ഇത്രയും വെയിറ്റ് ഗെയിൻ വന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്ത് ഞാൻ ഷുഗറൊക്കെ കുറച്ചിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് PV ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. PV ചെയ്യാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറിയുടെ ആ സമയത്താണ് എന്നെ PV ചെയ്തത് പോലും. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ചിലപ്പോൾ അടുത്ത തിങ്കളാഴ്ച കൂടി പിറ്റത്തെ വീക്കിൽ തിങ്കളാഴ്ച വരേണ്ടി വരും, ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പം അതിനെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും പൊട്ടി പുറപ്പെടില്ല, അതുപോലെയായിരുന്നു ഞങ്ങൾ. അപ്പം അടുത്ത തിങ്കളാഴ്ച ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരും എന്നാ പറഞ്ഞുള്ളൂ. പിറ്റത്തെ തിങ്കളാഴ്ച ഞങ്ങൾ പോകണത് എങ്ങനെയാണെന്ന് അറിയാം, അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് സകല സാധനങ്ങൾ കൊടുത്തിട്ട് വണ്ടിക്ക് വിളിച്ചിട്ടാണ് ഞങ്ങൾ ജില്ലയിൽ പോയിട്ട് ഇറങ്ങിയത് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, വെയിറ്റ് ഒക്കെ സെറ്റ് ആയിട്ട് ഷുഗറൊക്കെ നോർമലായിട്ട്, പെയിൻ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവരെല്ലാം അഡ്മിറ്റ് ആവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം ഒന്നും വേണ്ടിയില്ല. ഞങ്ങളൊക്കെ കെട്ടിക്കൊണ്ടുപോയി സാധനങ്ങളൊക്കെ അതേപടി വീട്ടിലേക്ക് കൊടുത്തിട്ട് വീണ്ടും ഇവിടെ ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം എനിക്ക് വയറ് വേദന വന്നു കേട്ടോ. ഒരു സൈഡിൽ എനിക്ക് കുളത്തി പിടിച്ചിട്ട് ഒരു ചെറിയൊരു വേദന അങ്ങനെ വന്നു. എനിക്കാണെങ്കിൽ നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് ഈ പ്രസവം വേദന എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പറയാം. അപ്പം അമ്മയ്ക്ക് അതിനേക്കാൻ ടെൻഷൻ, അച്ഛൻ അതിനേക്കാൻ ടെൻഷനാണ്. അപ്പോൾ എനിക്കൊരു കുളത്തിപ്പിടുത്തം വന്നപ്പോൾ തന്നെ 9ാം മാസം ആയിട്ടുണ്ടല്ലേ, ഏകദേശം 9ലേക്ക് എത്തിയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവരും അത് ചിലപ്പോൾ ചിലവർ കറക്റ്റ് ആ ഡേറ്റിന് തന്നെ പ്രസവിക്കണം എന്നൊന്നും ഇല്ല, ചിലപ്പോൾ അങ്ങനെ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ കെട്ടിപ്പൊതിഞ്ഞ് വെച്ച സാധനങ്ങൾ നമ്മളൊന്നും അഴിച്ചില്ല. അതേപടി വണ്ടി വിളിച്ചു ഇൻഷാറിനൊക്കെ വന്നു. ഈ എല്ലാ സാധനങ്ങളും അഡ്മിറ്റ് ആക്കും ചെന്നാന്നുള്ളൊരു മൈൻഡാണ് ഞങ്ങൾക്ക്. വേദന കൊണ്ടല്ലേ ചെല്ലണത്, വേദനയല്ല എന്തോ കുളത്തി പിടിച്ച് നടന്നു. അങ്ങനെ എല്ലാവരും നമ്മൾ പറക്കിയെടുത്തിട്ട് വീണ്ടും പോയി ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്നപ്പോൾ അവർ എന്തോ ഗ്യാസിൻ്റെ എന്തോ ഒരു ഗുളിക തന്നു. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും പറഞ്ഞയച്ചു. അങ്ങനെ 2 വട്ടം ഞങ്ങൾ ചമ്മി പോകുന്നുണ്ട് കേട്ടോ. പിന്നത്തെ ഒരു ട്രിപ്പിൽ നമ്മൾ ചെന്നു, ഡോക്ടർ ഒരു സ്കാനിങ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അഡ്മിറ്റ് ആവണം, ടൈം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ നമ്മൾ അഡ്മിറ്റ് ആയി. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പെയിൻ ആയിട്ടൊന്നല്ല, അഡ്മിറ്റ് ആവാൻ ചെന്നു. അഡ്മിറ്റ് ആവാൻ ചെന്ന സമയത്ത് PV ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു തുടങ്ങി. PV ചെയ്യാണ്ട് എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം അത് ചെയ്യിപ്പിച്ചില്ല. എന്നിട്ട് അഡ്മിറ്റ് ആക്കി. പിന്നെ നമുക്ക് ആ സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടാ. നമുക്കൊപ്പം ഒരേ ഡെലിവറി ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ഏജുകാരും അതുപോലെ തന്നെ ഒരേ വൈബുള്ളവരായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ് പോലെയൊക്കെ ആയി കുറച്ച് ദിവസം കൊണ്ട്. എന്നിട്ട് ഒരു സ്കാനിങ് പറഞ്ഞു. അപ്പോൾ കൊറോണ ലോക്ക്ഡൗൺ ടൈമാണല്ലോ, അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ കാര്യങ്ങൾ അങ്ങനത്തെ സർവീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്യാൻ പോയത് ബുള്ളറ്റിലാണ്. നമ്മുടെ തൃശ്ശൂർ റൗണ്ട് ഫുള്ള് ബുള്ളറ്റ് ഇപ്പോൾ ചുറ്റും. അത് ഇത്ര വയറും, എൻ്റെ വയറെന്ന് പറഞ്ഞാൽ അമ്മ അതിൽ വയറായിരുന്നു. ഈ വയറും വെച്ചിട്ട് ഞാനും വിളിച്ചായിരുന്നു ബുള്ളറ്റുമ്പോൾ കയറിയിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയി. നോക്കുമ്പോൾ എല്ലാവരും ഞങ്ങൾ അതിശയിച്ച് നോക്കുക.
എന്നിട്ട് ആ സ്കാൻ ചെയ്യാൻ പോയത് എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഡെലിവറി ആയിരുന്നു. അങ്ങനെ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു എല്ലാം നോർമലായിട്ടുണ്ട്, കുട്ടി ഇപ്പം അടുത്തുണ്ടാവണം. നമുക്കെന്നെ ടെൻഷനാണല്ലോ. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചാൽ എന്താ വല്ല കുഴപ്പമുണ്ടോ അങ്ങനെയാണോ. അപ്പോൾ അവർ പറഞ്ഞു ഒക്കെ നോർമലാണ്, ഇന്നും നാളെയായിട്ട് ഡെലിവറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അടുത്ത കുട്ടി. അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് സ്കാനിങ് റിപ്പോർട്ട് കാട്ടി അവിടെ കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ നടക്കുകയാണ്, എനിക്ക് വേറെ വേദനയൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെയൊക്കെ നടക്കണ്ടോടെ നടക്കുന്നുണ്ട്. വിൻചേട്ടൻ്റെ കൈ പിടിച്ചിട്ട് മറ്റേ ക്യാൻറ്റീനിൽ പോകുന്നുണ്ട്, ഫുഡ് വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്, സ്റ്റെപ്പുകളൊക്കെ ഒരുപാട് കയറേണ്ടത് അതൊക്കെ ഞാൻ നടന്ന് തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ടെൻഷനായി, കാരണം എൻ്റെ വയറ് കണ്ട് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ടിൻസ് ആണോ എന്ന് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു തൂങ്ങിപ്പിടിച്ച വയറാണ്. അങ്ങനെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മതി നടന്നതിന് റൂമിലേക്ക് പോവാൻ. കൊറോണ ആയ കാരണം തന്നെ വിൻചേട്ടന് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇവരൊക്കെ ഹോസ്പിറ്റലിൻ്റെ പുറത്താണ് നിൽക്കുള്ളൂ. കൊറോണ ഉള്ള കാരണം അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ വിൻചേട്ടനൊക്കെ കട്ട പോസ്റ്റായിരുന്നു, വിൻചേട്ടനും അച്ഛനും. അച്ഛൻ പിന്നെ വീട്ടിലേക്ക് പോവും, ആരും അവിടുന്ന് ഫുഡൊക്കെ അവിടെ റെഡി ആക്കിയിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തായിട്ട് വിൻചേട്ടൻ പോയി വാങ്ങാൻ. വിൻചേട്ടൻ കെടുക്കാൻ മാത്രം അങ്ങോട്ട് പോവുക ചെയ്തിടുന്നത്. ബാക്കി ഫുൾ ടൈം അടിയിൽ ഇങ്ങനെ ഇരിക്കും. ഭയങ്കര പോസ്റ്റ് അടിച്ചിട്ടുണ്ടാവും. എനിക്ക് പിന്നെ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞോണ്ട് നമ്മുടെ വൈബിനനുസരിച്ചിട്ടുള്ള കുറേ പിള്ളേരും അവിടെ കൂടെ വാർഡിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളുടേതായ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അമ്മമാർ തമ്മിൽ അവിടെ ഞാനും എൻ്റെ അമ്മയും വിൻചേട്ടൻ്റെ അമ്മയും ഞങ്ങൾ 3 ആളാണ് കേട്ടോ വാർഡിലുണ്ടായിരുന്നത്. പിന്നെ ഇവർ പുറത്തും. അങ്ങനെ അമ്മമാരൊക്കെ തമ്മിൽ അവരുടെ അമ്മമാരൊക്കെ തമ്മിൽ ഭയങ്കര കമ്പനി. പിന്നെ കൊറോണ കാരണം പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരാളെ നിൽക്കാൻ പാടൂ എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഞങ്ങൾ 2 ആൾ അവിടെ കയറിയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. കാരണം എൻ്റെ അമ്മയും വിൻചേട്ടൻ്റെ അമ്മ എൻ്റെ കൂടെ കിട്ടിയിട്ട് എല്ലാവരും ചോദിക്കേണ്ടത് ഒരാളെല്ലാം പാടും, നിങ്ങൾ എങ്ങനെ 2 ആൾ കയറിയത്? എന്തായാലും ഹെൽപ്പിന് ഒരാൾ വേണം. ഡെലിവറി കഴിഞ്ഞാൽ എന്നെ നോക്കാനും കുട്ടീനെ നോക്കാനും ഒരാൾ വേണം. പക്ഷെ ഞങ്ങളുടെ എന്തോ ഒരു ദൈവകുരുത്തം കൊണ്ട് വിൻചേട്ടൻ്റെ അമ്മയ്ക്കും കൂടി അവിടെ ഞങ്ങളൊപ്പം കയറാൻ പറ്റി. ബാക്കി എല്ലാവരുടെയും കൂടെ അമ്മമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ആക്കി. പിന്നെ നമുക്ക് അഡ്മിറ്റ് ആക്കിയതിൻ്റെ അന്ന് രാത്രി എനിക്ക് പറഞ്ഞത് ഇപ്പം ഇന്ന് തന്നെ അഡ്മിറ്റ് രാവിലെ ആക്കി വെച്ചിങ്ങനെ എന്നോട് ഡെലിവറിയുടെ ടൈം പറഞ്ഞിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെ 5 to 5:30 5 മണി തൊട്ടിട്ട് ആ ഒരു ടൈമിലേക്കാണ് ഡെലിവറി വേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി കുറേ പിള്ളേരുണ്ട്, അവർക്ക് ചിലവർക്ക് അന്ന് രാത്രി 10 മണി 12 മണി അങ്ങനെയൊക്കെ ഒരു ടൈം കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു 8 മണി കറക്റ്റ് രാത്രി 8 മണി കേട്ടോ. 21 തീയതി രാത്രി ഏപ്രിൽ 21 തീയതി രാത്രി 8 മണിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഗുളിക തരില്ലേ, ആ സംഭവം തന്നു. അത് തന്നപ്പോൾ 10 8 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് തന്നപ്പോൾ ഞങ്ങളത് കഴിച്ചു കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കേട്ടോ, മാക്സിമം പോയി 10 മിനിറ്റ് എനിക്ക് ഫസ്റ്റ് എന്താ പറയുക ഇറിറ്റേഷൻസ് തുടങ്ങി. ബാക്കി എല്ലാവരും ഇങ്ങനെ നടക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഇതാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ കൂടെ പഴയ പോലെ ഒന്നിനും പറ്റില്ല. എനിക്ക് ഇങ്ങനെ ആകെ മൊത്തം ഞാൻ വേർത്ത് തുടങ്ങി, എനിക്ക് വേദന വരുന്നുണ്ട്. പക്ഷെ ഇത് വേദനയാണോ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒരു നേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, നേഴ്സിക്ക് ഇങ്ങനെ ഇവിടെ തണ്ടിൽ കടയുണ്ട്, എനിക്ക് വേദനയ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പ്രസവം എൻ്റെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസത്തിൽ. ബാക്കിയൊക്കെ ഇന്ന് അങ്ങനെ വരണവരായിരുന്നു. അപ്പോൾ ആ നേഴ്സ് പറയുന്നുണ്ട്, മോൾക്ക് നാളെ ഡെലിവറി ടൈം, അത് തോന്നുന്നതായിരിക്കാം മരുന്നിൻ്റെ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നും ആവില്ലല്ലോ വേദന. പിന്നെ പ്രസവ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ കണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടിട്ട് പ്രസവ വേദന എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്. പിന്നെ അമ്മ എല്ലാവരും പറഞ്ഞു കേട്ടത് പ്രസവ വേദനയേക്കാൾ വലുതായിട്ടൊന്നും ഇല്ല എന്നല്ലോ നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ വേദന, അപ്പം ഇതിനും വലിയ വേദന ഞാൻ തിന്ന് തീർക്കാണ്ടല്ലോ വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഓരോ ടൈം കൂടുന്തോറും വേദന കൂടി വരുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ പ്രജിഷ അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ. പ്രജിഷയായിട്ട് ഞാൻ ഇപ്പോഴും കൂടുതൽ കോൺടാക്ട് കീപ്പ് ചെയ്യണത്. അവരുടെ പ്രജിഷയുടെ പേര് ഫസ്റ്റ് പറയുന്നത്. ഞാൻ അവരോടൊക്കെ ചെന്ന് ചോദിക്കും, നിനക്ക് വേദനിക്കുന്നുണ്ട്, നിനക്ക് എന്താ തോന്നുന്നു, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവരൊന്നും അതുണ്ടാവില്ല. പിന്നെ ചിലർക്ക് വേദന വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് നിങ്ങൾ എൻ്റെ ഏജ് നോക്കി 20 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അതിൽ ഞാനാണ് ഏറ്റവും ചെറുത്. പക്ഷേ കാണുമ്പോൾ ഞാനാണ് അതിൽ ഏറ്റവും ഏജ് ഓവർ ആയിട്ടുള്ള ആള്. ബാക്കിയുള്ളവർക്കൊക്കെ 22, 24, 25 ആ റേഞ്ചിലുള്ളവരൊക്കെയാണ്. അവരുടെ ഏറ്റവും ചെറിയ കുട്ടി ഞാനാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നതാവും അങ്ങനെ. പിന്നെ സെക്കൻഡ് ഡെലിവറിക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുമ്പോൾ അവർ പറയണത് എന്നോട് അതുണ്ടാവൂടാ, വേദന വന്നിട്ടും പോയിട്ടൊക്കെ നിൽക്കും, എനിക്ക് നാളെ ടൈം പറഞ്ഞേ, ഇപ്പം 8 മണി 9 മണിയൊക്കെ ആവണല്ലേ ഉള്ളൂ, മാക്സിമം പോയി 2 മണി 3 മണി നമ്മളെ വരുള്ളൂ, ടെൻഷൻ അടിക്കണ്ടാ പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാണ് അപ്പോൾ അത് വേദനയൊന്നും ആവില്ല, അങ്ങനെ ഒരു മൈൻഡിൽ ഞാൻ നടക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അതിനേക്കാൾ ടെൻഷൻ. അമ്മ അപ്പുറത്ത് അവിടെ നിന്ന് കരഞ്ഞു തുടങ്ങുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വേദന കൂടി വരില്ലേ. ആ സമയത്ത് ഒരു ഇപ്പുറത്ത് കൂടെ ഒരു ജനലുണ്ട്, അത് കൂടെ വിൻചേട്ടനെ കാണാൻ പറ്റും. അപ്പോൾ അത് വരെ ഞാൻ വിൻചേട്ടനെ അവിടെ നിന്ന് ടാറ്റ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആക്ഷൻ കാട്ടി ഒരു കോപ്പറേറ്റീവ് കാർഡ് ഇട്ടാ.
പിന്നെ വിൻഷാട്ട് അവിടെ നിങ്ങൾ ഇങ്ങനെ ആട്ടുമ്പോൾ ദേഷ്യമായിരുന്നു. ഞാൻ എന്നിട്ട് നോക്കണമെന്നില്ല, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ. പിന്നെ വിൻഷാട്ടിന് പേടി ചെയ്തിട്ട് വിൻഷാട്ട് എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് എന്താ അവളോടൊന്ന് വന്ന് നോക്കാൻ പറയാം, അവളോട് ടാറ്റ് തരാൻ പറയാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് അമ്മേനോട് വന്ന് പറയും പാവണ്ടേ അതൊന്നും നോക്ക്, അവിടെ നിന്ന് വിളിക്കണ്ടാവും പേടിയായിട്ടാന്ന് പറയുമ്പോൾ ഞാൻ എന്താണെന്ന് എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഞാൻ അലറും എന്താന്ന് ചോദിക്കും. കാരണം എനിക്ക് വേദന വരുമ്പോൾ വിൻഷാട്ടിനോട് ഇങ്ങനെ ദേഷ്യം കയറുള്ളൂ. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊക്കെ പന്തികേടും അമ്മമാർക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ നടക്കുമ്പോ എന്താ എനിക്ക് വേദനയ്ക്കുണ്ടോ നോക്കുമ്പോൾ ഞാനിങ്ങനെ വേദനയ്ക്കുണ്ട് പറയുമ്പോ എന്നോട് അമ്മ പറഞ്ഞിരട്ടെ ഈ അവിടെ അമർന്നിരുന്നോന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവർക്ക് പറയുന്നത് നമ്മൾ കേൾക്കൂലോ. ഞാൻ ചെന്നിട്ട് അവരുടെ തൊട്ടപ്പുറത്ത് പോയിട്ട് ഞാൻ അമർന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ആ ടൈമിൽ എന്നിട്ട് വിൻഷാണ്ട് വരെ എനിക്ക് വിശന്നിട്ടാവും, എനിക്ക് വിശന്ന പ്രാന്ത് പിടിച്ചിട്ടാവും വിചാരിച്ചിട്ട് വിൻഷാണ്ട് എന്താ പഴംപൊരി അങ്ങനെ എന്താ ഐറ്റംസ് പഴംപൊരി കൊടുന്നു. എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമല്ലോ. അപ്പൊ അമ്മ ഇത് കഴിച്ചു നീ പറയുമ്പോ നമുക്ക് എവിടെ കഴിക്കാൻ തോന്നുന്നു, നമുക്ക് ടെൻഷനാണ്, ഇതെന്താ തോന്നുന്നു, ഒരു വിശപ്പോ ഒന്നും അറിയണില്ല കേട്ടോ ആ സമയത്ത്. അപ്പൊ പഴംപൊരി എന്നാ കഴിച്ചോ, എനിക്കിങ്ങനെ വായയിൽ ഇങ്ങനെ കൊടുത്ത് കുത്തിത്തരും, ഇത് കഴിക്കുന്നീ പറഞ്ഞു. അപ്പൊ ഞാൻ ഭ്രാന്ത് പിടിച്ചിട്ട് ഒരെണ്ണം കഴിച്ചിട്ട് ഇത് ഇറക്കാനും എനിക്കെന്തോ കയ്പൊക്കെ കഴിക്കണ ഫീലാണെന്നു, ഒരു മധുരോ ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല. അങ്ങനെ ഞാൻ ചവച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കനം അമ്മക്ക് അടിയേക്ക് ഇങ്ങനെ എന്തോ കുത്തുന്നു, എന്തോ കനം വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഈ രണ്ട് കൈ കൊണ്ട് ഒരു ബെഞ്ചും ഇങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ എയറിലിരിക്കണ പോലെ ഇരിക്കുന്നുണ്ടാ. പിന്നെ എനിക്ക് വിഷമം കരച്ചിലേക്ക് ആകെ വിഷമമൊക്കെ വന്നു തുടങ്ങി. കാരണം തണ്ടില് വേദന, തണ്ടിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ, വയറിൻ്റെ ഉള്ളിൽ ആകെ മൊത്തം സംഭ്രമം. വേദന എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതിനെ, എനിക്ക് വേദനയില്ല, ഒരു ആകെ മൊത്തം ഒരു സംഭ്രമം അടിക്കലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്നോ, ഞാൻ പോവാ ഉള്ളിക്ക് പറഞ്ഞു. ഞാൻ ഉള്ളിക്ക് പോയി. മറ്റേത് ഞാൻ അവരുടെ അടുത്തേക്ക് വരും, കളിച്ചിരിച്ച് അങ്ങോട്ട് നടക്കും, അങ്ങനെ കുട്ടികളെ പറഞ്ഞൊരു കളിയായിരുന്നു. പിന്നെ ഞാൻ ആ ഉള്ളിക്ക് പോയതാണ്. പിന്നെ ഞാൻ നമ്മുടെ അടുത്തേക്ക് അതൊന്നും വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിലേക്ക് ഞാനിങ്ങനെ നടന്ന് നോക്കുക. കാരണം വേദന വന്ന് കിടക്കണവരുണ്ട്, വെള്ളം പൊട്ടിപ്പോയവരുണ്ട്, ബ്ലഡ് ഒഴുകി കിടക്കണവരുണ്ട്, അവരെന്നെ കാരണം ഓരോ രീതിയിൽ കിടത്തിയിട്ടുണ്ട്. അതൊക്കെ കൂടി കാണുമ്പോൾ പിന്നെ എനിക്ക് ടെൻഷനാവുകയാണ്. അപ്പം ഞാൻ നമ്മുടെ അടുത്തേക്ക് വിരൽ മാറ്റിയിട്ട് ബാക്കിയുള്ളവരുടെ കൂടെ നടക്കും. പിന്നെ ഇങ്ങനെ നമുക്ക് അവിടെ നടക്കാമല്ലോ, എല്ലാവരുടെ നമ്മൾ ലേബർ റൂമിൽ കയറ്റി ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടാ. അപ്പൊ ഞാൻ കർട്ടനൊക്കെ നീട്ടി അങ്ങനെ നോക്കും, കരച്ചിലൊക്കെ കേൾക്കുമ്പോ. അപ്പൊ ഇവിടെ അയ്യോ അപ്പുറത്തുനിന്നുള്ള കരച്ചില്, ഓരോ ഡെലിവറിക്ക് ഓരോരുത്തർക്ക് ഇടുന്നിട്ട് ശരിക്കും ലേബർ ഉള്ളിൽ നിന്ന് കരച്ചിൽ കേൾക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന എനിക്കിങ്ങനെ ഞാൻ ശിശുവിനൊക്കെ വലിയ അറ്റാക്ക് വരുമോ എന്നൊക്കെ തോന്നും. പിന്നെ എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി തുടങ്ങി, മൂത്രം ഒഴിക്കാൻ തോന്നും, അങ്ങനെ പല കാര്യങ്ങൾ. അങ്ങനെ ഞാൻ 2-3 വട്ടം പോയിട്ട് ബാത്റൂമിൽ ഇരുന്നു. ബാത്റൂമിൽ പോവാൻ തോന്നില്ല, അതുപോലത്തെ വേദനകളൊക്കെ വന്നത്. ബാത്റൂമിൽ ഇരുന്ന് ഞാനിരുന്നു, ഇതന്നെ എൻ്റെ പണി. പക്ഷേ സംഭവം എനിക്ക് ഡെലിവറി ടൈമാട്ടോ, എന്താ പറയാ, ശരിക്കും ഇതൊന്നല്ല നടക്കേണ്ടത് അവിടെ. നമുക്ക് ഹോസ്പിറ്റലുകാരെ കുറ്റം പറയാനോ പറ്റൊന്നും ഇല്ല ശരിക്കും. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവരൊന്ന് നോക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയി അത് പോണില്ല. എനിക്ക് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എല്ലാവരോടും പറഞ്ഞാലും എന്നിട്ട് ഞാൻ സൈഡിട്ട് എല്ലാവരോടും നടന്ന് പറയുന്നുണ്ട്, എന്നൊന്ന് സ്കാൻ ചെയ്ത് നോക്കും, എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും, എനിക്ക് ഇവിടെ വേദനയ്ക്ക്, എനിക്ക് ഇറങ്ങിക്ക് എന്തൊക്കെ വിമിഷ്ട അടിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ സംഭവം ചെയ്യില്ല, എന്തായാലും ഇപ്പോൾ പറയാം, ഒരു ജെല്ല് നമ്മുടെ വയറുമ്പോൾ തേച്ചിട്ട് ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉറച്ചൊരച്ച് നോക്കില്ലേ, അങ്ങനെ നോക്കാം. കുറെ പേരുടെ നോക്കുന്നുണ്ട്. അപ്പൊ എന്റെ 2 വട്ടം നോക്കിയതാട്ടാ, എന്നിട്ടാണ് എനിക്ക് ആ ഗുളിക തന്നത്. അപ്പൊ അതുവരെ എനിക്ക് പ്രശ്നം വന്നില്ലല്ലോ. അപ്പൊ അത് നോക്കണമെങ്കിൽ ഒരു ടൈം ഉണ്ട്. മോളെ ഇതൊക്കെ മോളെ നോക്കിയതല്ലേ, 1 മണിക്കൂർ പോലും ആയിട്ടില്ലല്ലോ, ഇവിടെ നിൽക്കുന്നില്ല, അത് ഉണ്ടാവും, നീ കുറച്ചു നേരം കെടുന്നോ എന്നൊക്കെ പറയുമ്പോൾ കെടുക്കുമ്പോ എനിക്ക് വേദന വരുന്നേ. നടക്കുമ്പോ ഇങ്ങനത്തെ സംഭ്രമങ്ങളും, കെടുന്ന എനിക്ക് നല്ല വേദന, അടിഭാഗത്തേക്ക് നല്ല വേദന വരുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തൊക്കെയോ തോന്നി തുടങ്ങി. എനിക്ക് മനസ്സിലായി ഇത് അത്ര ഇതല്ലാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ഉണ്ട്, എനിക്ക് പറ്റണില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ്. ആ ടൈമിൽ എന്നിട്ട് അവര് എന്തോ ഒരു സംഭവം ഇങ്ങനെ വെച്ചുതരും. അത് എന്തോ എന്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തോ ഒരു സാധനം ബലൂണ് പോലത്തെ ഒരു സാധനമൊക്കെ വെച്ച് തന്നു. ഞാൻ നമുക്കിത് വെച്ചെന്നിട്ട് നമ്മൾ എനിക്ക് നിൽക്കില്ലേ, എനിക്ക് നിന്ന വഴിക്ക് ആ സംഭവം അടിക്ക് ചാടി. അത് ചാടിയപ്പോൾ ഒരു നേഴ്സിന്റെ മുഖത്തേക്ക് നോക്കി, മോള് ഇങ്ങോട്ട് വന്നേ, മോള് ഇവിടെ കെടുന്നേ പറഞ്ഞിട്ട് എന്നെ കെടുത്തിയപ്പോൾ ആ സംഭവം വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ഡോക്ടറെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് എന്താ പറയുക എന്നിട്ട് എന്നെ PV ചെയ്യാൻ നോക്കിയപ്പോഴും ഞാൻ സമ്മതിക്കുന്നില്ല. കാരണം എനിക്ക് ആ PV പറഞ്ഞ സംഭവം എനിക്ക് പേടിയാണ്. ആ ഒരു കാരണമാണ് എനിക്ക് ഞാൻ പറയില്ല, ഡെലിവറി എന്ന് പറയുമ്പോൾ എനിക്ക് പ്രസവവേദനയല്ല എനിക്ക് പേടിക്ക്, PV ചെയ്യലാണ് ഏറ്റവും പേടിയിട്ടാണ്. അപ്പം ആ സംഭവം നോക്കാൻ ഞാൻ സമ്മതിക്കണില്ല. ഞാൻ കിടന്ന് കരയും, ഞാനൊക്കെ ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ട് കൂടെ തിരിഞ്ഞെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ ഇത് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് വേദന വരുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെ അറിയാന്നൊക്കെ സംഭവിക്കാൻ നല്ല വേദന ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാസ്റ്റ് എന്നിട്ട് എന്തോ ഇങ്ങനെ എന്നെ പിടിച്ച് കിടത്തിയിട്ട് ടോർച്ച് അടിച്ച് നോക്കുക ചെയ്തു. ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ എന്താ കാണണമെന്ന് വെച്ചാൽ
എന്താന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാട്ടെ. ഇപ്പം തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാടുന്നിരുന്നിട്ട്, അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ലെങ്ത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ അടുത്ത സെക്ഷനാക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ നെക്സ്റ്റ് ഇടാം, പിറ്റേ ദിവസം തന്നെ. അപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതിൻ്റെ ബാക്കി എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ.